Welcome back to another episode of Prepwise. Plus 2 കഴിഞ്ഞ് Arts, Science, Commerce, Languages areasൽ ഹയർ എഡ്യൂക്കേഷൻ പെർസ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്റ്റുഡൻസിന് ഇന്ത്യയിലെ ബെസ്റ്റ് ഓപ്ഷൻസ് ആണ് വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റീസ്. എന്നാൽ ഈ വർഷം മുതൽ ഈ യൂണിവേഴ്സിറ്റീസിലേക്കുള്ള പ്രവേശനം ഒരു കോമൺ എൻട്രൻസ് ടെസ്റ്റ് വഴി ആവാൻ പോവുകയാണ്, CUCET. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഇതുവരെ വന്നിട്ടില്ല. But all the information in our videos are sourced from credible articles from the national media. ഇതുവരെ വന്നിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഏതൊരു എൻട്രൻസ് ടെസ്റ്റ് എടുക്കുമ്പോഴും the first thing is to understand what it will cover. In other words, mapping out the syllabus. ഏതൊരു എക്സാമും ഒരു ഡിഫൈൻഡ് സിലബസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. The purpose of an entrance test is to pick a select hundreds of students from a pool of lakhs of students from across the country within the frame of the exam time, and for this the exam has to be from a defined boundary. So ഒരു entrance test അറ്റൻഡ് ചെയ്യുന്നതിൽ ഒരു മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ടായിട്ട് വരുന്നത് ആ സിലബസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുക and then prepare for it smartly. So ഇന്ത്യയിലെ thousands of students എഴുതാൻ പോകുന്ന CUCETന്റെ സിലബസ് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. CUCET 3 മണിക്കൂർ നീണ്ട ഓൺലൈൻ എക്സാം ആയിരിക്കും. എല്ലാ ക്വസ്റ്റ്യൻസും ഒബ്ജക്റ്റീവ് ടൈപ്പാണ്. അതുപോലെ നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവാനുള്ള ചാൻസുമുണ്ട്. 2 ഭാഗങ്ങളിലായിട്ടായിരിക്കും എക്സാം നടത്തുക, പാർട്ട് എ ആൻഡ് ബി. പാർട്ട് എ വരുന്നത് ഒരു കോമൺ അല്ലെങ്കിൽ ജനറൽ അബിലിറ്റീസ് ഓർ ആപ്റ്റിറ്റ്യൂഡ്സ് ടെസ്റ്റ് ആണ്. പാർട്ട് ബി വിൽ ബി ഡൊമെയിൻ സ്പെസിഫിക്. ഡൊമെയിൻ സ്പെസിഫിക് എന്താണെന്നുള്ളത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങൾ പ്ലസ് ടുവിൽ പല സ്ട്രീംസ് അല്ലേ, സയൻസ്, കോമേഴ്സ് ഒക്കെ പോലെ. അതുപോലെ ഡിഗ്രി തലത്തിലുള്ള ഓരോ കോഴ്സസും, അതായത് ഫോർ എക്സാമ്പിൾ BCom, BA സോഷ്യോളജി, BSc കെമിസ്ട്രി, ഇതൊക്കെ വരുന്നത് പല ഏരിയാസ് അല്ലെങ്കിൽ ഡൊമെയിൻസിലാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ഡൊമെയിൻസ് കാറ്റഗറൈസേഷൻ ഇങ്ങനെ വരാം: ആർട്സ്, സയൻസ്, കോമേഴ്സ്, ലാംഗ്വേജസ് എന്ന്. അതുപോലെ അല്ലെങ്കിൽ വേറൊരു കാറ്റഗറൈസേഷൻ ആവാം. CUCETന്റെ കാറ്റഗറൈസേഷൻ എങ്ങനെയാണെന്നുള്ളത് നോട്ടിഫിക്കേഷൻ വന്നാലേ നമുക്ക് മനസ്സിലാക്കാവൂ. അപ്പോൾ ഏതായാലും നിങ്ങളുടെ പാർട്ട് ബിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഏത് കോഴ്സ് സെലക്ട് ചെയ്യുന്നോ അത് ഏത് ഡൊമെയിനിൻ്റെ കീഴിൽ വരുന്നോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക. ഇതിലും 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം 50 + 50 100 ക്വസ്റ്റ്യൻസ് ആണ് ടോട്ടൽ CUCET എക്സാമിൽ വരുന്നത്. പാർട്ട് എ വിശദമായിട്ടൊന്ന് നോക്കാം. ഒട്ടുമിക്ക കോമ്പറ്റേറ്റീവ് എക്സാംസിലും ഇങ്ങനെ ഒരു ഭാഗം കാണാം: എ കോമൺ ഓർ ജനറൽ സെക്ഷൻ ദാറ്റ് ടെസ്റ്റ് ഫോർ സം ആപ്റ്റിറ്റ്യൂഡ്സ് ഓർ ജനറൽ അബിലിറ്റീസ്. ഇതിൽ തന്നെ പല ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസും വരാം. CUCETൽ ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് പാർട്ട് എയിൽ വരാന്നുള്ളത് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്കൊന്ന് നോക്കാം. റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ ജനറലി ടെസ്റ്റ് ചെയ്യുന്നത് ഒരു റിട്ടൺ പാസേജ് അല്ലെങ്കിൽ ടെക്സ്റ്റ് തന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടാണ്. ഇതിൽ നോക്കുന്നത് നമ്മൾ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ആ പാസേജ് എത്രമാത്രം മനസ്സിലാക്കി ആ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിന് പിന്നിൽ വേർഡ്സിൻ്റെ മീനിങ് അറിയുക, ദ എബിലിറ്റി ടു ഫോളോ ദ ഓർഗനൈസേഷൻ ഓഫ് ദാറ്റ് പാസേജ്, understanding the basic concept or the basic argument of the passage, അതുപോലെ drawing conclusions from that written text എന്നുള്ള abilities ഒക്കെ ടെസ്റ്റ് ചെയ്യപ്പെടുന്നു. If you are someone who reads a lot of fiction and non-fiction in English, RC or reading comprehension should be a cakewalk for you. For others, it will require some practice. Verbal ability. Reading comprehension പോലെ തന്നെ language related items ആണ് ഈ സെക്ഷനിൽ. വൊക്കാബുലറി, സെൻറ്റൻസ് സ്ട്രക്ചറിങ്, അതുപോലെ ഫൈൻഡിങ് ഔട്ട് എറേഴ്സ് ഇൻ ലാംഗ്വേജ് യൂസേജ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഈ സെക്ഷനിൽ വരിക. കാൻഡിഡേറ്റ്സ് വിൽ നീഡ് എ ഗുഡ് വൊക്കാബുലറി ആൻഡ് സ്ട്രോങ് കമാൻഡ് ഇൻ ഇംഗ്ലീഷ് ഗ്രാമർ ടു സ്കോർ വെൽ ഇൻ ദിസ് സെക്ഷൻ. പക്ഷേ പ്രാക്ടീസ് കൊണ്ട്, ടാർഗറ്റഡ് പ്രാക്ടീസ് കൊണ്ട് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്. These items test your ability to reason mathematically, solve quantitative problems, and interpret graphical data. ഈ ഐറ്റംസ് ക്രാക്ക് ചെയ്യാൻ you only need basic knowledge of arithmetic, basic geometry and algebra. ഈ ഐറ്റംസ് ടെസ്റ്റ് ചെയ്യുന്നത് നിങ്ങളുടെ മാത്സിലുള്ള സ്കില്ലല്ല, മറിച്ച് യുവർ ലോജിക്കൽ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽസ് ആണ്.
നീറ്റ് JEEക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഈ സെക്ഷൻ ഈസി ആയിരിക്കും. ആൻഡ് ഫോർ others in other streams, if you think your quantitative reasoning is weak, take out some time to practice it. Again, it's all about practice. Logical and analytical reasoning. These are aptitude questions that test your ability to arrive at the correct solution through some logical analysis. ഇതിൽ 2 ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരാം. വെർബൽ റീസണിങ് ഓർ നോൺ വെർബൽ റീസണിങ് ടൈപ്പ്. ഫസ്റ്റ് ടൈപ്പ് വരുന്നത് questions that need you to understand concepts and solve problems that are expressed in words, verbal reasoning. And the second type, when they are expressed in numbers, letters or figures. Logical and analytical reasoning also tests your ability to think inductively and deductively. General awareness. Anything under the sun can be included here, so we have to be really careful about zoning in on this section. കുറേ കറണ്ട് അഫയേഴ്സ് ന്യൂസും ഫാക്ട്സും ഒക്കെ ബൈഹാർട്ടാക്കി വെച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ ക്വിസുകളിലൊക്കെ എപ്പോഴും കമ്പീറ്റ് ചെയ്ത് നല്ലോണം സ്കോർ ചെയ്യുന്നവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? It's not that they know everything or all the facts in the world, but they have a way of identifying patterns and picking up things that they need to learn. ഞാൻ ഈ എക്സാമ്പിൾ എടുക്കാൻ കാരണം ജനറൽ അവെയർനെസ് ക്രാക്ക് ചെയ്യലും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പോളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി, ഹിസ്റ്ററി, ആർട്സ് ആൻഡ് കൾച്ചർ, സയൻസ് ആൻഡ് ടെക്നോളജി, എൻവയൺമെൻറ്റ്, കറണ്ട് ഹാപ്പനിങ്സ് ഒക്കെ ടാർഗറ്റ് ചെയ്ത് കാറ്റഗോറിക് പ്രിപ്പറേഷൻ നടത്തണം. ICT അഥവാ ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ബേസിക്കലി ഈ മേഖലയിലെ ജനറൽ അവെയർനെസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോൾ 4th ഇൻഡസ്ട്രിയൽ റെവല്യൂഷനിലാണല്ലോ. ഇൻ്റർനെറ്റ്, ഡിജിറ്റൽ വേൾഡ്, പുതിയ ടെക്നോളജീസ്, ഇതിനൊക്കെ പറ്റിയിട്ടുള്ള ബേസിക് അവെയർനെസ് ആണ് ഈ സെക്ഷനിൽ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് എയിൽ വരുന്ന ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. കുറച്ച് ടെക്നിക്കലായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. എന്നാൽ വിത്ത് എക്സാമ്പിൾസ് ആൻഡ് ഓൾസോ ഹൗ ടു പ്രിപ്പയർ ഫോർ ഈച്ച് ഓഫ് ദീസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്നുള്ള വീഡിയോസൊക്കെ നിങ്ങൾക്ക് പ്രെപ്വൈസിൻ്റെ ആപ്പിൽ അവൈലബിൾ ആണ്. പാർട്ട് ബിയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷമേ ഡൊമെയിൻസ് എക്സാക്ട്ലി ഏതൊക്കെയാണെന്നും അതിൽ വരുന്ന സിലബസ് എങ്ങനെയായിരിക്കും എന്ന് മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ഒരു പ്രോബബിൾ ഡൊമെയിൻ കാറ്റഗറൈസേഷൻ എങ്ങനെയായിരിക്കും? ഒന്നാമത് ആർട്സ് അല്ലെങ്കിൽ സോഷ്യൽ സയൻസസ്, രണ്ടാമത് സയൻസസ്, മൂന്നാമത് കൊമേഴ്സ് ആൻഡ് നാലാമത് ലാംഗ്വേജസ്. ഈ ഡൊമെയിൻസ് എല്ലാം തന്നെ നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസിന് റെഫർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മേജർ റെഫറൻസ് ബുക്കായിട്ട് NCET ടെക്സ്റ്റ് ബുക്സ് തന്നെ നോക്കാം. ഡീറ്റെയിൽ സിലബസ് വന്നതിന് ശേഷം വി വിൽ കം ബാക്ക് ആൻഡ് ഡിസ്കസ് അബൌട്ട് ഓൾ ദീസ് തിങ്സ് അഗൈൻ. ഏതൊരു എൻട്രൻസ് ടെസ്റ്റ് ആയാലും ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ഹൂ നോസ് ദ മോസ്റ്റ് ഓർ ഹൂ ഹാസ് സ്റ്റഡീഡ് ദ മോസ്റ്റ്. അതിൽ വിജയിക്കുന്ന ആൾ ആ എക്സാമിനെ പറ്റി ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി അതനുസരിച്ച് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. സോ ദ മോസ്റ്റ് ക്രൂഷ്യൽ പാർട്ട് ഇസ് ടു നോ ദ സിലബസ് ആൻഡ് ഹാവ് ഇറ്റ് എച്ച്ഡ് ഓൺ ടു യുവർ മൈൻഡ്. സിലബസിൻ്റെ ബ്രേക്ക് ഡൗൺ നന്നായി മനസ്സിലാക്കിയത് മൈൻഡിൽ വരച്ചു വെക്കണം. നമ്മൾ പല സെക്ഷൻസ് റെഫർ ചെയ്യാൻ വേണ്ടി പല സോഴ്സസിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ക്യാരിഡ് അവേ ആയി പോവാതിരിക്കാൻ ആ സിലബസ് ബ്രേക്ക് ഡൗണിൽ ശരിക്കും നമ്മൾ ആങ്കർ ചെയ്തിട്ട് മനസ്സിൽ വെച്ചിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യണം. ഇഫ് യു ആർ ഫീലിംഗ് ലോസ്റ്റ് അബൌട്ട് ഹൗ ടു ഗിയർ അപ്പ് ഫോർ യുവർ CUCET, ജസ്റ്റ് ഡൗൺലോഡ് ദ Prepwise ആപ്പ്. പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ റിസോഴ്സസും ഗൈഡൻസും Prepwise ആപ്പിലുണ്ട്. Join Prepwise and crack your CUCET.